ഒരു കാലത്ത് പൊളിഞ്ഞു പാളീസായ ഒരു സംവിധായകനായിരുന്നു രാഹുൽ സദാശിവം എന്നത് ആരെയും ഞെട്ടിക്കും. കാരണം നമുക്ക് മുന്നിലുള്ളത് ഭ്രമയുഗവും ഭൂതകാലവും DS ഈറയുമാണ്. ഭൂതകാലത്തിലൂടെ നടി രേവതിക്കും ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിക്കും സംസ്ഥാന അവാർഡുകളും ലഭിച്ചു. പ്രണവ് നായകനായ DS ഈറെ വമ്പൻ ഹിറ്റിലേക്ക് കുതിക്കുകയും ചെയ്യുന്നു. എന്നാൽ സംവിധായകൻ രാഹുൽ സദാശിവന്റെ അരങ്ങേറ്റമായ റെഡ് റെയിൻ എന്ന പരീക്ഷണ ചിത്രം തിയേറ്ററുകളിൽ വമ്പൻ പരാജയമായിരുന്നു. 2013 പുറത്തിറങ്ങിയ ആ ചിത്രത്തിലെ നായകൻ നരേനായിരുന്നു. ഹോളിവുഡ് കഥാശൈലിയിൽ തന്നെയാണ് ആ ചിത്രവും രാഹുൽ ഒരുക്കിയത്. എന്നാൽ ഒട്ടും ശ്രദ്ധിക്കപ്പെട്ടില്ലെന്നും മാത്രമല്ല, പിന്നീടൊരു നിർമ്മാതാവിനെയും കിട്ടാത്ത അവസ്ഥയും വന്നു. നീണ്ട 10 കൊല്ലങ്ങൾക്കിപ്പുറം നടൻ ഷെയ്ൻ നിഗമാണ് രാഹുലിന് വീണ്ടും മടങ്ങിവരവിന് കളമൊരുക്കിയത്. ഭൂതകാലമെന്ന ചിത്രം നിർമ്മിച്ചതും ഷെയ്ൻ നിഗമായിരുന്നു. അതിനുശേഷം മമ്മൂട്ടിയുടെ ഭ്രമയുഗവും ഇപ്പോൾ പ്രണവിനെ നായകനാക്കിയ DS ഈറയും തിയേറ്ററുകളിൽ ഹിറ്റടിച്ചു. ശരിക്കും ഷെയ്ൻ നിഗം കൈകൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഭൂതകാലം സംഭവിക്കുമായിരുന്നില്ല. മലയാളത്തിന് മികച്ചൊരു സംവിധായകനെ നഷ്ടമാവുകയും ചെയ്യുമായിരുന്നു. ഇന്ന് ഏറെ കൊട്ടിഘോഷിക്കപ്പെടുന്ന സംവിധായകനായിട്ടും തന്റെ ആദ്യ ചിത്രം പരാജയമായിരുന്നു എന്ന് സമ്മതിക്കാനും രാഹുലിന് മടിയില്ല. മലയാള സിനിമയിൽ അധികം പരീക്ഷിക്കപ്പെടാത്ത സയൻസ് ഫിക്ഷൻ എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ട ഒന്നായിരുന്നു റെഡ് റെയിൻ. കേരളത്തിൽ സംഭവിച്ച ചുവന്ന മഴ എന്ന യഥാർത്ഥ പ്രതിഭാസത്തെ അടിസ്ഥാനമാക്കിയാണ് ചിത്രമൊരുക്കിയത്. ഇപ്പോൾ യൂട്യൂബിൽ ചിത്രം കണ്ട പലരും മികച്ച അഭിപ്രായം അറിയിക്കുന്നുണ്ടെന്നും രാഹുൽ സദാശിവൻ പറയുന്നു. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾകം മീഡിയ.